Hello my dear students, welcome to Learner's World. In this video, I am going to talk about Unit 5, Policies and Programs of Inclusive Education. ഈ ഒരു യൂണിറ്റിലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോയിൽ എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഇൻ്റഗ്രേറ്റഡ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനൊക്കെ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇനി നമ്മൾ ഓരോ പ്രോഗ്രാംസിനെ പറ്റിയിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലെ ഓരോ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇനി പറയുന്നത്. Inclusion began in United States and Europe as a special education during 1980s. അപ്പോൾ ഇൻക്ലൂഷൻ ബിഗാൻ ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് യൂറോപ്പിലാണ്. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷനായിട്ടാണ് ബിഗാൻ ചെയ്തത്. അത് 1980s. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എമേർജ്ഡ് അറ്റ് വേൾഡ് കോൺഫറൻസ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് 1994. അറ്റ് ദിസ് കോൺഫറൻസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് വേരിയസ് കൺട്രി ഡിസ്കസ്ഡ് അബൌട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എമേർജ് ചെയ്തത് ഒരു വേൾഡ് കോൺഫറൻസിൽ വെച്ചിട്ടാണ്. അവിടെ വേരിയസ് കൺട്രീസിലെ റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ബിഗാൻ ചെയ്തത് എന്നാണ് പറയുന്നത്. മെയിൻ ഫോക്കസ് ഓൺ സ്കൂൾ ഷുഡ് അക്കോമഡേറ്റ് ഓൾ ദി ചിൽഡ്രൻ റിഗാർഡ്ലെസ് ഓഫ് ഇൻ്റലക്ച്വൽ, ഫിസിക്കൽ, ഇമോഷണൽ ഓർ ഹെൽത്ത് കണ്ടീഷൻ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സ്കൂളുകളിൽ എല്ലാ കുട്ടികളെയും, അതായത് റിഗാർഡ്ലെസ് ഓഫ് ഇൻ്റലക്ച്വൽ, ഫിസിക്കൽ, ഇമോഷണൽ ഓർ ഹെൽത്ത് കണ്ടീഷൻ, അതായത് ഇപ്പോൾ ഇൻ്റലക്ച്വൽ, ഫിസിക്കൽ, ഇമോഷണലൊക്കെ ഉള്ള അവയിലൊക്കെയുള്ള വേരിയേഷൻ ഒന്നും നോക്കാതെ എല്ലാ കുട്ടികളെയും ഒരുപോലെ സ്കൂളുകളിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫോക്കസ് ആയിരുന്നു ഇതിനുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. Then UNESCO Convention Against Discrimination in Education. It emphasizes inclusion and equity at the foundation for quality of education. അപ്പോൾ ഇത് എംഫസൈസ് ചെയ്യുന്നത്, അതായത് ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ആൻഡ് ഇക്വിറ്റി ആണ് എന്നാണ് പറയുന്നത്. Then International Year of Disabled Person. The year 1981 was proclaimed as the International Year of Disabled Person by the United Nations. അപ്പോൾ 1981 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഡിസാബിൾഡ് പേഴ്സൺ ആണ്. യുണൈറ്റഡ് നാഷൻ ആണ് ഇതിങ്ങനെ പ്രൊക്ലൈം ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എംഫസൈസസ് ഓൺ ഈക്വലൈസേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, റിഹാബിലിറ്റേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസാബിലിറ്റി. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എംഫസൈസ് ചെയ്യുന്നത് ഈക്വലൈസേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, എല്ലാവർക്കും ഒരുപോലെ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ റീഹാബിലിറ്റേഷൻ, അതായത് പുനരധിവാസം, അതുപോലെ പ്രിവെൻഷൻ ഓഫ് ഡിസാബിലിറ്റീസ്, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ദ എയിം ഓഫ് IYDP എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഡിസാബിൾഡ് പേഴ്സൺ, ഫുൾ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഈക്വാലിറ്റി. അപ്പോൾ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ഫുൾ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഈക്വാലിറ്റി ആണെന്നാണ് പറയുന്നത്. ദെൻ ടാലൻറ്റ് ഗൈഡ്ലൈൻസ് ഫോർ ആക്ഷൻ ഓൺ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡിസാബിലിറ്റി. It firmly believes that it is necessary to reinforce existing activities as well as to undertake new and innovative ones in order to promote the further development and continuous progress of disabled person. അപ്പോൾ ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്, അതായത് ഡിസാബിൾഡ് പേഴ്സനെ ഒരു അവരുടെ പ്രോഗ്രസ് കണ്ടിന്യൂ ചെയ്യാനും, അതുപോലെ അവരിൽ ഡിസാബിൾഡ് പേഴ്സൻ്റെ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ പുതിയ ആശയങ്ങൾ, പുതിയ ആക്ടിവിറ്റീസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ടാലൻറ്റ് ഗൈഡ്ലൈൻസ് ഫോർ ആക്ഷൻ ഓൺ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡിസാബിലിറ്റി, ഈ ഒരു പ്രോഗ്രാമിൻ്റെ എയിം എന്ന് പറയുന്നത്. ദെൻ ജോംറ്റിയൻ കോൺഫറൻസ്, ദ ഇൻ്റർനാഷണൽ കൺസൾട്ടേറ്റീവ് ഫോറം ഓൺ education for all people with disabilities were not included in the term all. Located at UNESCO headquarters in Paris. അപ്പോൾ ജോംറ്റിയൻ കോൺഫറൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് യുനെസ്കോയിലാണ്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പാരീസാണ്. അതൊരു ഇൻ്റർനാഷണൽ കൺസൾട്ടേറ്റീവ് ഫോറാണ്. എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു ഇൻ്റർനാഷണൽ കൺസൾട്ടേറ്റീവ് ഫോറമാണ്. ഇതിൽ
ഓൾ എന്നുള്ളതിൽ ഡിസാബിൾഡ് പേഴ്സൺ ഇൻക്ലൂഡഡ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സലമാങ്ക കോൺഫറൻസ്. In June 1994, representatives of 92 governments and 25 international organizations formed the World Conference on Special Needs Education held in Salamanca, Spain. അപ്പോൾ ജൂൺ 1994 92 ഗവൺമെൻറ്റ്സ് ആൻഡ് 25 ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒരു വേൾഡ് കോൺഫറൻസ് ഫോം ചെയ്യുകയും അതിൻ്റെ ലക്ഷ്യം എഡ്യൂക്കേഷൻ്റെ സ്പെഷ്യൽ നീഡ്സ് ആയിരുന്നു. അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സലമാങ്ക സ്പെയിനിലായിരുന്നു എന്നാണ് പറയുന്നത്. സലമാങ്ക കോൺഫറൻസ്. The conference adopted a new framework for action. Ordinary schools should accommodate all children regardless of their physical, intellectual, social, emotional or other conditions. അപ്പോൾ ഈ ഒരു കോൺഫറൻസിൻ്റെ ഫ്രെയിംവർക്ക്, അവരുടെ ഒരു ഫോക്കസ്, മെയിൻ എംഫസൈസ് എന്ന് പറയുന്നത്, അതായത് ഓർഡിനറി സ്കൂളിൽ എല്ലാ സ്റ്റുഡൻസിനെയും, എല്ലാ കുട്ടികളെയും റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, അതായത് അവർക്ക് ഫിസിക്കൽ വേരിയേഷൻ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ വേരിയേഷൻ ഇതൊന്നും കൺസിഡർ ചെയ്യാതെ എല്ലാ കുട്ടികളെയും ഒരേപോലെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഈ ഒരു സലാമങ്ക കോൺഫറൻസിന് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. This includes disabled and gifted children, street and working children and children from other disadvantaged or marginalized areas of group. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്നത് എല്ലാ കുട്ടികളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാ കുട്ടികൾക്കും നോർമൽ ഓർഡിനറി സ്കൂളിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് സലാമങ്ക കോൺഫറൻസിനുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഡിസാബിൾഡ് ചിൽഡ്രൻ ഉണ്ടാകും, ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ടാകും, സ്ട്രീറ്റ് ആൻഡ് വർക്കിംഗ് ചിൽഡ്രൻ ഉണ്ടാകും, അതുപോലെ മറ്റ് കുറവുകളുള്ള മാർജിനലൈസ്ഡ് ഏരിയയിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. ദെൻ ഡാക്കർ കോൺഫറൻസ്. The 1994 conference in Salamanca was solely about inclusive education, but the education for all conference in Dhaka did not touch on people with disabilities or inclusion. ഇപ്പോൾ Dhaka കോൺഫറൻസിൽ ഡിസാബിൾഡ് പേഴ്സണെ, അതായത് ഡിസാബിൾഡ് ചിൽഡ്രനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. 1994 നടന്നിട്ടുള്ള ഒരു കോൺഫറൻസാണ്, സലാമങ്കയിൽ നടന്നിട്ടുള്ള ഒരു കോൺഫറൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, then UN Convention on the Rights of Persons with Disabilities. The Convention on the Rights of Persons with Disabilities was adopted on 13 December 2006 at the United Nations headquarters in New York. അപ്പോൾ ഈ പ്രോഗ്രാം 13th December 2006 യുണൈറ്റഡ് നാഷണൽ വെച്ചിട്ടായിരുന്നു. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, the purpose of this convention is to promote, protect and ensure the full and equal enjoyment of all human rights and fundamental freedoms by all persons with disabilities. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഈ ഒരു കൺവെൻഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, അതായത് ഈ ഡിസാബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാ ഫണ്ടമെൻ്റൽ ഫ്രീഡവും പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളൊക്കെ നേടിക്കൊടുക്കുക, അതുപോലെ അവരെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് മറ്റേ ഓർഡിനറി പീപ്പിളിൻ്റെ പോലെ അവർക്ക് ഈക്വൽ എൻജോയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തുക എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ ആയിരുന്നു ആർക്കുണ്ടായിരുന്നത് ഈ ഒരു UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ്. ദെൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പോളിസീസും അവിടെ ഇന്ത്യയിലുള്ള പ്രോഗ്രാംസിനെ കുറിച്ചിട്ടുമാണ് ഇനി പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സേസ് ഇൻ ദ പ്രിയാമ്പിൾ ദാറ്റ് എവ്രി വൺ ഹാസ് ദ റൈറ്റ് ടു ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അപ്പം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആമുഖത്തിൽ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്, എവ്രി വൺ ഹാസ് ദ റൈറ്റ് ടു ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും അവകാശമുണ്ട് ഇക്വാലിറ്റി,
അതുപോലെ സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഇതിലൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട്, എല്ലാവരുടെയും റൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ദി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964 to 1966 gives importance to equalization of education opportunity, enabling the marginalized, backward and underprivileged classes. അപ്പോൾ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964 to 1966 പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് എല്ലാവർക്കും ഈക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഈക്വലായിട്ടുള്ള എഡ്യൂക്കേഷൻ. അവരെടുത്ത് പറയുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ബാക്ക്വേർഡ് അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ഈക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് പറയുന്നത്. Then Article 41 of Indian Constitution gives importance to equal opportunity and equal rights for all getting education. അതുപോലെ ആർട്ടിക്കിൾ 41 നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഇമ്പോർട്ടൻസ് നൽകുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഈക്വൽ റൈറ്റ്സ് ഫോർ ഓൾ ഗെറ്റിംഗ് എഡ്യൂക്കേഷൻ. എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുന്നതിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഈക്വൽ റൈറ്റ്സ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 45 എൻവിഷൻസ് ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ദ ചിൽഡ്രൻ 6 to 14 years. അതിൽ ആർട്ടിക്കിൾ 45 പറയുന്നത്, അതായത് 6 to 14 years ഇടയിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ ഇന്ത്യയിലുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസിലാണ് ഇനി പറയുന്നത്. ഇൻറ്റിഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസാബിൾഡ് ചിൽഡ്രൻ. Central government formed the scheme in 1974, aiming to provide educational opportunity to children with special needs and regular needs. അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഫോം ചെയ്തിട്ടുള്ളത് 1974. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അതായത് സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ എയിം. ദെൻ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് make it mandatory for every special education teachers to be registered by the councils. അപ്പോൾ ഈ ഒരു റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്റ്റിൽ പറയുന്നത്, അതായത് നിർബന്ധമായിട്ടും എല്ലാ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും ആ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദസ് ഇറ്റ് എൻഷുർ ദാറ്റ് എവറി ഡിഫറെൻ്റ്ലി ഏബിൾ ചൈൽഡ് ഈസ് ടു ബി തോട്ട് ബൈ എ ക്വാളിഫൈഡ് ടീച്ചർ. അതായത് ഇത് എന്തുകൊണ്ടാണ് എല്ലാ സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സും ആ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത്? അതായത് ഈ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചൈൽഡിന്, അതായത് ഡിഫറെൻ്റ്ലി ഡിസാബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർ നിർബന്ധമായിട്ടും പഠിപ്പിച്ചിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്താനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ദാറ്റ് ഈസ് DPEP. ഇറ്റ് അപ്പോൾ ദ ഐഡിയ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ DPEP മുറുകെ പിടിക്കുന്നത് എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണെന്നാണ് പറയുന്നത്. ഇറ്റ് എയിംസ് അറ്റ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. This proposes that all children, irrespective of the nature and degree of disability, should be educated in general schools with normal children. അപ്പോൾ ഈ ഒരു DPEP പറയുന്നത് എല്ലാ കുട്ടികളും അവരുടെ നേച്ചറോ അവരുടെ ഡിഗ്രി ഓഫ് ഡിസാബിലിറ്റിയോ ഒന്നും കൺസിഡർ ചെയ്യാതെ എല്ലാ കുട്ടികളെയും ജനറൽ സ്കൂളുകളിൽ നോർമൽ ചിൽഡ്രൻ്റെ കൂടെ അവരുടെ കൂടെ ഇരുത്തി പഠിക്കാനുള്ള അവസരം നൽകുക എന്നുള്ളതാണ് DPEP മുന്നോട്ട് വെക്കുന്നത്. Then Ministry of Human Resource Development, MHRD. Government of India prepared a comprehensive action plan for the inclusive education of children and youth with disability. അപ്പോൾ MHRD എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതായത് ഡിസാബിലിറ്റി ഉള്ള ചിൽഡ്രൻ, യൂത്ത് ആയിട്ടുള്ളവരും അതുപോലെ ചെറിയ കുട്ടികളും എല്ലാവർക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഒരു ആക്ഷൻ പ്ലാനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദെൻ സർവശിക്ഷ അഭിയാൻ, ദാറ്റ് ഇസ് SSA. അപ്പോൾ ഈ സീറോ റിജക്ഷൻ പോളിസി. The SSA is a mission initiated by Union Government to provide quality elementary education to all children belonging to the age group 6 to 14. അപ്പോൾ SSAയുടെ മിഷൻ എന്ന് പറയുന്നത്, ആ മിഷൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് യൂണിയൻ ഗവൺമെൻറ് ആണ്. അതിൽ പറയുന്നത് ക്വാളിറ്റി ആൻഡ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ
പ്രൊവൈഡ് ചെയ്യുക 6 to 14 ഇയേഴ്സിൽ 6 to 14 ഇയേഴ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്ക് ക്വാളിറ്റി എലിമെൻ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് SSAയുടെ ഒരു എയിം എന്ന് പറയുന്നത്, മിഷൻ എന്ന് പറയുന്നത്. The national policy of education gives more focus on gender parity through inclusion of transgender children. അതായത് ഈ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷനിൽ അതായത് മോർ ഫോക്കസ് നൽകുന്നത് ട്രാൻസ്ജെൻഡർ ചിൽഡ്രൻ ആണ്. അവരെ മാറ്റി നിർത്താതെ അവരെ കൂടെ ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തുകയാണ്, അവരെ കൂടെ ഇൻക്ലൂഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ജെൻഡർ പാരിറ്റി എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ട്രാൻസ്ജെൻഡറിനെ കൂടുതലും മാറ്റി നിർത്താനാണ്. അപ്പോൾ അവരെ മാറ്റി നിർത്താതെ അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു നാഷണൽ പോളിസി എഡ്യൂക്കേഷൻ്റെ ഒരു ലക്ഷ്യം എന്നാണ് പറയുന്നത്. അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതിനെയാണ്, ജെൻഡർ പാരിറ്റിനെയാണ്. ഇറ്റ് കുഡ് മാർജിനലൈസ്ഡ് പീപ്പിൾ ഇൻ ടു എ ബ്രോഡ് കാറ്റഗറി ഓഫ് സോഷ്യോ എക്കണോമിക്കലി ഡിസ്അഡ്വാൻറ്റേജ്. അതുപോലെ സോഷ്യോ ഇക്കണോമിക്കലി ഒക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഓഫ് ദ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് provide assistance for the inclusive education for disabled children in class +1 +2. ഇതിൽ ഈ ഒരു പ്രോഗ്രാമിൽ പറയുന്നത് ഇവർ അതായത് +1 +2 ക്ലാസ്സുകളിൽ ഡിസാബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2021 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓൺ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം ഇന്ത്യയിലെ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഒന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാ പ്രോഗ്രാംസും എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്രിയേറ്റിംഗ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പർ 35 മാർക്കിനുള്ളതാണ്, ഹാഫ് പേപ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു അതായത് ഇപ്പോൾ നമ്മളൊരു 5 യൂണിറ്റ് ഉണ്ടെങ്കിലും ഒരു 4 യൂണിറ്റ് നന്നായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയും. അതായത് ഇപ്പോൾ 7 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ പഠിച്ചാൽ കുറച്ചും കൂടെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.